റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം നമ്മൾ വായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളിലൂടെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കാം. അവാച്യമായ നെടുവീർപ്പുകളിലൂടെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. അതായത് ആത്മാവ് തന്നെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി, അഗസ്റ്റിൻ എന്ന് പറയുന്ന എൻ്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അന്തോണീസ് പുണ്യാളൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ചുരുളടിച്ചു തരുന്ന പ്രാർത്ഥനയുടെ രഹസ്യം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം നമുക്ക് ലഭിക്കും. പലപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇതൊരു പ്രശ്നമാണ്. നമ്മൾ ചില ആളുകളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലല്ലോ അച്ഛാ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥിക്കാൻ പഠിക്കൂ. വെള്ളത്തിലേക്ക് ഇറങ്ങിയാലേ നീന്താൻ പഠിക്കൂ. കരയിൽ നിന്ന് തീസിസ് എഴുതിയത് കൊണ്ടൊന്നും നീന്താൻ പഠിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തിയാൽ നീന്താൻ പഠിക്കാം. അല്ലെങ്കിൽ സൈക്കിളിൽ കയറി സൈക്കിൾ ചവിട്ടി തുടങ്ങിയാൽ സൈക്കിൾ ചവിട്ട് പഠിക്കാം. ബൈക്കിൽ കയറിയിരുന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ തുടങ്ങിയാൽ ബൈക്ക് ഓടിക്കാനും പഠിക്കാം. കാറിൽ കയറിയിരുന്ന് കാറ് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ, അത് വിദഗ്ധനായ ഒരു ഡ്രൈവറായിട്ട് അയാൾ പിന്നീട് മാറും. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ പ്രാർത്ഥനയും പഠിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ച് നമ്മളങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പ്രാർത്ഥനയുടെ അഭിഷേകത്തിലേക്ക് നമ്മൾ സാവധാനം നമ്മളൊരു വെള്ളത്തിലേക്ക് തെന്നി വീഴുന്നത് പോലെ സാവധാനം നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് തെന്നി വീഴും. പിന്നെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയാകും. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ബോട്ടിൽ കയറിയിരിക്കുമ്പോൾ ബോട്ട് തന്നെ ഓടിപ്പോകുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആ ബോട്ടിൽ കയറിയിരുന്ന് നമ്മളങ്ങ് മുന്നോട്ട് പോകുന്ന അനുഭവം ഉണ്ടാകും. ഇതാണ് പ്രാർത്ഥനയുടെ അനുഭവം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയുടെ അനുഭവം എന്ന് പറയുന്നത്. പല രീതിയിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. എങ്ങനെയാണെങ്കിലും നമുക്ക് കഴിയും വിധം നമ്മളങ്ങ് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് അതുപോലെ പ്രാർത്ഥിക്കുക. പിന്നെ പ്രാർത്ഥനയുടേതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് നമുക്ക് പരിശുദ്ധാത്മാവ് മാത്രമല്ല, ചുറ്റുപാടും അശുദ്ധാരൂപികളും അശുദ്ധാത്മാക്കളും ഒക്കെയുണ്ട്. ആ ഒരു ചിന്ത കൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുകയും അതിൽ നിന്നൊക്കെ വേർപിരിയുകയും നമ്മളെ തന്നെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിയുകയും, അതിനാണ് ഡിസേൺമെൻറ്റ് എന്ന് പറയുന്നത്. വിവേചനാശക്തി. ഇത് അശുദ്ധാരൂപിയാണോ പരിശുദ്ധാരൂപിയാണോ എന്നറിയാനുള്ള വിവേചനാശക്തി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധാത്മാവിലേക്ക് ഇറങ്ങി ഇത് നല്ല വെള്ളമാണോ ചീത്ത വെള്ളമാണോ എന്ന് തിരിച്ചറിഞ്ഞ് നല്ല വെള്ളത്തിലേക്ക് വീണ് പിന്നെ നമുക്ക് ആ വെള്ളത്തിൽ അങ്ങ് നീന്തി തുടിക്കുന്നത് പോലെയാണത്. ചീത്ത വെള്ളത്തിൽ വീണ ചീത്ത നമ്മുടെ ശരീരത്തിന് കേടുണ്ടാക്കും. നമുക്ക് ചിലപ്പോൾ അലർജിക്കായിട്ടൊക്കെ മാറിയേക്കാം. ആ വെള്ളം കുടിക്കാൻ ചിലപ്പോൾ നമുക്ക് മാരകമായ അസുഖങ്ങൾ വന്നേക്കാം. പക്ഷേ പരിശുദ്ധാരൂപിയുടെ വെള്ളത്തിലാണ് വീഴുന്നതെങ്കിലോ നമ്മൾ സുഗമമായി വിശുദ്ധമായി നല്ലവരായി പ്രാർത്ഥനയിൽ അങ്ങനെ നീന്തി തുടിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പ്രാർത്ഥന കൊണ്ട് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.